ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എടുക്കാം. ഗ്ലോബ് സോക്കർ അവാർഡ് റൊണാൾഡോ സ്വീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ആ ഒരു അവാർഡ് സെറിമണിയിൽ റൊണാൾഡോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ, റൊണാൾഡോ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ആ ഒരു അവാർഡ് സെറിമണിയിൽ റൊണാൾഡോ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ UCL UEFA ചാമ്പ്യൻസ് ലീഗ് അത് ഇനിയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെ സ്വന്തമാക്കാൻ കഴിയും എന്നാണ് റൊണാൾഡോ പറഞ്ഞത്. കാരണം റൊണാൾഡോ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയിൽ അത്രമാത്രം പ്രൈം ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല കോർഡിനേഷനോട് കളിക്കുന്ന യങ് പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനിയും UCL UEFA ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള കഴിവ് ഉണ്ടെന്നാണ് റൊണാൾഡോ പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ റൊണാൾഡോ കൂട്ടിച്ചേർത്തു UCLന്റെ വരാൻ പോകുന്ന UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ നോക്കിക്കഴിഞ്ഞാൽ ബയൺ മ്യൂണിക്കും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും തീർച്ചയായിട്ടും ഫൈനൽസിൽ ഉണ്ടായിരിക്കുമെന്നാണ് റൊണാൾഡോ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. റൊണാൾഡോ പറഞ്ഞ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സിറ്റി ടൈറ്റിൽ അടിക്കാൻ ഇനിയും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യതയുണ്ട്. പക്ഷെ കഴിഞ്ഞ സീസണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രമാത്രം മികച്ച പെർഫോമൻസ് അല്ല സിറ്റിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ റൊണാൾഡോ പറഞ്ഞു ഫൈനൽസിൽ ബയൺ മ്യൂണിക്കും റിയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും ഉണ്ടാകുമെന്ന്. കാരണം മികച്ച ക്ലബ്ബുകളാണ് ഈ മൂന്ന് ടീമുകളും, നല്ല രീതിയിലുള്ള പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും UCLന്റെ ഫൈനൽസിൽ ഇവരുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. റൊണാൾഡോ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് 3യിൽ സൗദി പ്രോ ലീഗ് ടോപ്പ് 3യിൽ എത്തുമെന്നാണ് റൊണാൾഡോ പറഞ്ഞത്. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. അതുകൊണ്ട് വളരെ സാവധാനം നടക്കാവുന്ന ഒരു സാധ്യത ഉണ്ട് എന്നാണ് റൊണാൾഡോ പറഞ്ഞത്. കാരണം ഒരുപാട് പ്ലേയേഴ്സും ഒരുപാട് കോച്ചുകളും ഇപ്പോൾ തന്നെ സൗദി പ്രോ ലീഗിൽ എത്തിക്കഴിഞ്ഞു. മറ്റു പ്രൊഫഷണലുള്ള ഫുട്ബോളിന് വേണ്ടി മറ്റു പ്രൊഫഷണലുള്ള ഒരുപാട് ആളുകളും സൗദി പ്രോ ലീഗിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചു കാലങ്ങൾക്ക് ശേഷം സൗദി പ്രോ ലീഗ് ടോപ്പ് 3യിൽ എത്തുമെന്നാണ് റൊണാൾഡോ പറഞ്ഞത്. റൊണാൾഡോ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, സൗദി പ്രോ ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രഞ്ച് ലീഗിനേക്കാളും ബെറ്റർ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു 1-2 ടീമുകൾ മാത്രമാണ് ഫ്രഞ്ച് ലീഗിൽ പ്രൈം ആയിട്ടുള്ളത്. പക്ഷേ സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ അതിനേക്കാളും കൂടുതലാണ്, ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയി കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു കാര്യത്തോട് അത്രമാത്രം ഞാൻ യോജിക്കുന്നില്ല. സൗദി പ്രോ ലീഗിലെ ക്ലബ്ബുകളും അതുപോലെ തന്നെ ഫ്രഞ്ച് ലീഗിലെ ക്ലബ്ബുകളും കളികൾ വരട്ടെ, തോൽപ്പിക്കട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ. അതുപോലെ തന്നെ റൊണാൾഡോയോട് ചോദിച്ചു തന്റെ വിമർശനങ്ങൾ താൻ എങ്ങനെ മോട്ടിവേഷനായി എടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഈ ഒരു വിമർശനങ്ങൾ എന്ന് പറയുന്നത് എന്റെ ജേണിയിലെ പാട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ 2023 ആ ഒരു വിമർശനങ്ങൾ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്തു അല്ലെങ്കിൽ അതിനെതിരെ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത്. ഈ 2023 എടുത്തു നോക്കുകയാണെങ്കിൽ യങ് ലയൺസ് ആയിട്ടുള്ള എംബാപ്പയെയും അതുപോലെ തന്നെ ഹാലൻഡിനെയും മറികടന്നിട്ടാണ് 2023 ടോപ്പ് സ്കോർ പട്ടിക ഞാൻ പൂർത്തിയാക്കിയത് എന്നാണ് റൊണാൾഡോ പറഞ്ഞത്. തീർച്ചയായിട്ടും റൊണാൾഡോ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. 2023 അദ്ദേഹം തന്നെയാണ് ടോപ്പ് സ്കോറായി നിൽക്കുന്നത്. എംബാപ്പയും ഹാലൻഡിനെയും അദ്ദേഹം മറികടന്നു. 54 എന്നുള്ള ഗോളിലെ എണ്ണത്തിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ കറക്റ്റാണ്. സൗദി പ്രോ ലീഗിലാണ് അദ്ദേഹം കളിക്കുന്നതെങ്കിലും അദ്ദേഹം അത്രമാത്രം ഗോൾ അടിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മറ്റുള്ള പ്ലേയേഴ്സും സൗദി പ്രോ ലീഗിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ബെൻസിമക്ക് അത്രമാത്രം ഗോളുകളും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പ്രൈമിൽ റൊണാൾഡോ ഇപ്പോഴും തുടരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ റൊണാൾഡോയോട് ചോദിച്ചു ഇനി എത്ര കാലം ഫുട്ബോൾ ലോകത്തുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ ഇപ്പോഴത്തെ പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ എനിക്ക് നല്ലതാണ്. അതുകൊണ്ട് എൻ്റെ ക്ലബിനും അതുപോലെ തന്നെ എൻ്റെ നാഷണൽ ടീമിനും ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടും. അതുപോലെ തന്നെ മേ ബി ചിലപ്പോൾ ഒരു 10 വർഷം കൂടി ഞാൻ ഇനി കളിച്ചേക്കാം. ഐ ഡോണ്ട് നോ, വി വിൽ സീ വാട്ട് ഹാപ്പൻ എന്നാണ് റൊണാൾഡോ വളരെ രസകരമായി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ പൂർത്തിയാക്കിയത്. ആ ഒരു സെറിമണിയിൽ റൊണാൾഡോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ റൊണാൾഡോ പറഞ്ഞ കാര്യങ്ങൾ, മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനി UCL അടിക്കാൻ കഴിയുമോ, അതുപോലെ തന്നെ സൗദി പ്രോ ലീഗ് ടോപ്പ് 3യിൽ എത്താൻ സാധിക്കുമോ, അതുപോലെ തന്നെ സൗദി പ്രോ ലീഗ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ലീഗിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ലീഗ് ആയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകളുമായി തീർച്ചയായിട്ടും സ്കോറേഴ്സ് മൈൻ വീഡിയോ വരും. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.